നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അഴിമതിയിലും വിവാദങ്ങളിലും നിരന്തരം ഉയർന്നു കേൾക്കാറുള്ള പേരാണ് ആര്യ രാജേന്ദ്രൻ. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പേരിൽ CPM ഉയർത്തിക്കാട്ടിയ ആര്യ രാജേന്ദ്രൻ അഴിമതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. അഴിമതിയും സ്വജന പക്ഷപാതവുമാണ് മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തിന് നൽകിയ സംഭാവനകൾ. കോർപ്പറേഷനിലെ താൽക്കാലിക തസ്തികയിൽ പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് കത്തയച്ചത് വൻ ജനരോഷമാണ് ഉണ്ടാക്കിയത്. തലസ്ഥാന നഗരിയിൽ പാർക്കിങ്ങിന് സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി അനുവാദം നൽകിയതും മാത്രമല്ല, പ്രതിമാസം 5000 രൂപ വാടക ഇനത്തിൽ ഈടാക്കി പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയതും എല്ലാം അഴിമതികളിൽ ഉൾപ്പെടുന്നു. വെറും 100 രൂപ പത്രത്തിൽ കരാറുണ്ടാക്കിയാണ് സ്വകാര്യ ഹോട്ടലുകൾക്ക് ആര്യ രാജേന്ദ്രൻ ഈ വഴിവിട്ട സഹായം ചെയ്തത്. ഇതിനു പുറമെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ 27 ലക്ഷം രൂപയാണ് നികുതി വെട്ടിപ്പ് നടത്തിയത്. ആറ്റിപ്രസ് സോണിൽ നിന്ന് പിരിച്ച പണം നഗരസഭയ്ക്ക് നൽകാതെ സ്വകാര്യ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ രഹസ്യമായി ചരട് വലിച്ചതും മേയർ ആര്യയുടെ നേതൃത്വത്തിലായിരുന്നു. അനധികൃതമായി കെട്ടിട നമ്പർ നൽകുക മാത്രമല്ല, വഴിവിട്ട കണക്കുകൾ ഒളിപ്പിച്ചു വെച്ച് നഗരസഭ ബഡ്ജറ്റ് രൂപപ്പെടുത്തി അവതരിപ്പിച്ചതും ആര്യ രാജേന്ദ്രന്റെ അഴിമതികളിലും കപട ധാർഷ്ട്യവും വരച്ചു കാട്ടുന്നു. ഏറ്റവും ഒടുവിൽ KSRTC ജീവനക്കാരനായ KSRTC ബസ് ഡ്രൈവർ യദുവിനെ യാത്ര തടസ്സപ്പെടുത്തി അപമാനിച്ചതും ശേഷം അശ്ലീല ആംഗ്യം കാട്ടിയെന്ന കളവ് പറഞ്ഞ ശേഷം മെമ്മറി കാർഡ് കളവ് പോയി എന്ന തരത്തിൽ കേസിനെ വളച്ചൊടിച്ച് നീതി നിഷേധിച്ചതും മേയർ ആര്യയുടെ കപടതയെ പുറത്തുകാട്ടുന്നു.